Next problem, 8th problem ആണ് ഇത് ഐസോമെട്രിക്കിന്റെ ആണ്. A square slab of side 80 mm and 10 mm thick resting on ground. A frustum of cone of base diameter 60 mm, top diameter 40 mm and height 65 mm rests centrally on the top of the slab. Frustum is surmounted by a sphere of diameter 30 mm. Draw the isometric projection of the combination of solids. അപ്പോൾ ഇതിൽ 3 സോളിഡ് ഉണ്ട്. നമ്മൾ ഇതുവരെ 2 സോളിഡ് വരച്ചോളൂ. ഇതിൽ 3 സോളിഡ് ഉണ്ട്. ഒന്ന് സ്ക്വയർ സ്ലാബ്. സ്ക്വയർ സ്ലാബ് എന്ന് വെച്ചാൽ സ്ക്വയർ പ്രിസം തന്നെയാണ്. അതിന് പ്രിസത്തിന് തിക്നെസ് കുറവ്, ഐ മീൻ ഹൈറ്റ് കുറവുള്ള ഒരു സ്ക്വയർ പ്രിസത്തിനെയാണ് സ്ലാബ് എന്ന് പറയുന്നത്. സ്ക്വയർ പ്രിസം തന്നെ ഹൈറ്റ് തീരെ കുറവാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഷീറ്റ് പോലെ ചെറിയ തിക്നെസ് ഉള്ള ഒരു സ്ക്വയർ പ്രിസത്തിനാണ് സ്ലാബ് എന്ന് പറയുന്നത്. അതിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിൽ ഫ്രസ്റ്റം ഓഫ് കോൺ. ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറഞ്ഞാൽ ഒരു കോണിന്റെ ആക്സിസിന്, കോണിന്റെ ബേസിന് പാരലായിട്ട് കട്ട് ചെയ്യുമ്പോൾ, അതായത് ഇതാണ് ബേസ്, കോണിന്റെ ബേസിന് പാരലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഈ പോർഷൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പൊ റിമൈനിങ് പോർഷനെയാണ് ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതുപോലെ തന്നെ ഫ്രസ്റ്റം ഓഫ് പിരമിഡ്സ് ഉണ്ട്. പിരമിഡ്സും കോണിനും ഫ്രസ്റ്റം ഉണ്ട്. ഫ്രസ്റ്റം എന്ന് വെച്ചാൽ ബേസിന് പാരലായിട്ട് കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്ത് ടോപ്പ് പോർഷൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഈ റിമൈനിങ് പോർഷനെയാണ് നമ്മൾ ഫ്രസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കോണിന്റെ ഫ്രസ്റ്റമാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. 60 mm ബേസിൽ 60 mm, ടോപ്പ് ഡയമീറ്റർ 40 mm, ഹൈറ്റ് 65 mm. ഇത് 65, ഇത് 60, ഇത് 40 ഫ്രസ്റ്റം തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഫ്രസ്റ്റം ഇതിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഫ്രസ്റ്റം ഓഫ് കോൺ റെസ്റ്റ് സെൻട്രലി ഓൺ ദി ടോപ്പ് ഓഫ് ദി സ്ലാബ്. ഈ ഫ്രസ്റ്റം ഇതിന്റെ മുകളിലാണ്. നൗ ഫ്രസ്റ്റം ഈസ് സർമൗണ്ടഡ് ബൈ എ സ്ഫിയർ. ഫ്രസ്റ്റത്തിന്റെ സർമൗണ്ട് എന്ന് വെച്ചാൽ അറിയാലോ, സർമൗണ്ട് എന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ. സർമൗണ്ടഡ് ബൈ എ സ്ഫിയർ ഓഫ് ഡയമീറ്റർ 30 mm. 30 mm ഡയമീറ്റർ ഉള്ള സ്ഫിയർ ഇതിന്റെ മുകളിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു കോമ്പിനേഷന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആദ്യം വരയ്ക്കണം. ആ എല്ലാ സോളിഡും ചേർന്ന് ഇരിക്കുന്ന അതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആദ്യം വരയ്ക്കണം. ഇതാണ് ഫ്രണ്ട് വ്യൂ. ആദ്യം സ്ലാബിന്റെ ഇത് 80 mm, ഹൈറ്റ് 10. സ്ലാബിന്റെ മുകളിൽ ഫ്രസ്റ്റം റെസ്റ്റ് ചെയ്യുന്ന സ്ലാബിന്റെ മുകളിലാണ് ഫ്രസ്റ്റം വരച്ചു. ഫ്രസ്റ്റത്തിന്റെ ടോപ്പ് ഡയമീറ്റർ 40 mm, ബോട്ടം ഡയമീറ്റർ 60 mm, ഹൈറ്റ് 65 mm. നൗ അതിന്റെ മുകളിലാണ് സർമൗണ്ട് ചെയ്യുന്ന ഒരു സ്ഫിയർ. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇനി അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഐസോമെട്രിക് സ്കെയിൽ വരച്ചിട്ട് മാക്സിമം ലെങ്ത് ആണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. അതായത് 80 mm ആണ് ട്രൂ ലെങ്ത് മാക്സിമം വരുന്നത്. അതായത് ഇതിന്റെ ലെങ്ത് 80 mm. ഏറ്റവും കൂടുതൽ വരുന്ന ഡയമെൻഷൻ ഏതാ വെച്ചാൽ അത് വെച്ചിട്ടാണ് ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി അത് വരച്ചു. ഇത് ടോപ്പ് വ്യൂ. ഇത് സ്ക്വയർ സ്ലാബിന്റെ ടോപ്പ് വ്യൂ. അടുത്ത ഫ്രസ്റ്റത്തിന്റെ ബേസ്, പിന്നെ ഫ്രസ്റ്റത്തിന്റെ ടോപ്പ് ഫേസ്. അടുത്ത ഏറ്റവും അകത്തുള്ള സർക്കിൾ എന്ന് വെച്ചാൽ സ്ഫിയറിന്റെ ഇത് ഫ്രണ്ട് വ്യൂ, ഇത് ടോപ്പ് വ്യൂ. അപ്പൊ ഈ കോമ്പിനേഷന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ബേസ് ലൈൻ വരച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പൊ ഈ ആംഗിൾ അറിയാലോ, ഇത് 30 ഡിഗ്രി, രണ്ട് സൈഡിലും 30 ഡിഗ്രി. ഇനി ഫസ്റ്റ് നമ്മൾ 3 സോളിഡ് ഉണ്ട്. ഒന്ന് ഇത് സ്ലാബ്, 2 താഴെ നിന്നാണ് നെയിം ചെയ്യുന്നത്, 2 ഫ്രസ്റ്റം. ഇത് ഫ്രസ്റ്റം ആണ്. ഫ്രസ്റ്റം എന്ന് വെച്ചാൽ കോണിന്റെ ഒരു പോർഷനാണ്. അതായത് ബേസിന് പാരലായിട്ട് കട്ടിംഗ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ റിമൈനിങ് പോർഷനാണ് ഫ്രസ്റ്റം എന്ന് പറയുന്നത്. ഇത് സ്ഫിയർ. 3 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ 1 by 1 ആയിട്ട് താഴെയും തുടങ്ങുക. ഫസ്റ്റ് നമ്മൾ ഈ പ്രിസം, ഈ സ്ക്വയർ സ്ലാബ് ആണ് വരയ്ക്കുന്നത്. സ്ക്വയർ പ്രിസം നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം. ആദ്യം അതിന്റെ ബേസ് വരച്ചു. അതായത് ഇതാണ് സ്ക്വയർ. ഫസ്റ്റ് ഇതാണ്. ഞാനിത് മാർക്ക് ചെയ്തു. 1, 2, 3, 4. ഇതാണ് ആദ്യം വരയ്ക്കേണ്ടത്. അപ്പൊ ഇത് 1, 2, 3,
4. അപ്പൊ ഇത് തെറ്റാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഇത് ഓർക്കുക, ഈ കാര്യം ഓർക്കുക. ഇത് എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ, അത് ടോപ്പ് വ്യൂല്. ഇനി ഹൈറ്റ് എപ്പോഴും ഇസഡ് ഡയറക്ഷൻ. അപ്പൊ അതുപോലെ തന്നെ എപ്പോഴും ഓർക്കുക, നമ്മൾ ഐസോമെട്രിക് വരയ്ക്കുമ്പോൾ എപ്പോഴും ഇത് റൈറ്റിൽ വരുന്ന ഇത് എക്സ് ഡയറക്ഷൻ ആയിട്ട് എടുക്കുക, ഇത് വൈ ഡയറക്ഷൻ ആയിട്ട് എടുക്കുക, ഇത് ഇസഡ് ഡയറക്ഷൻ മുകളിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ബേസ് വരച്ചു, 1 2 3 4 വരച്ചു. ഇനി ഓരോന്നിനും ഹൈറ്റ് എത്രയാന്നിരിക്കുന്നത് 10 റെഡ്യൂസ് ചെയ്യുക. ഐസോമെട്രിക് സ്കെയിൽ വെച്ചിട്ട് ഞാൻ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. 10 ഉണ്ട്, 15 ഉണ്ട്, 40, 60, 65, മാക്സിമം 80. ഇതെല്ലാം റെഡ്യൂസ് ചെയ്ത് ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ ഞാൻ 10 എടുത്തു, 10ന്റെ ഹൈറ്റ് മുകളിലേക്ക് മാർക്ക് ചെയ്തു. എല്ലാ ഇതിനും 10ന്റെ റെഡ്യൂസ്ഡ് ലെങ്ത് മുകളിലേക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മുടെ സ്ലാബ് കംപ്ലീറ്റ് ആയി. സ്ക്വയർ സ്ലാബ് ഞാൻ ഓൾറെഡി വരച്ചു. ഇനി ഇതിന്റെ ഡാർക്ക് ആൻഡ് ഡോട്ടർ ലൈനൊക്കെ നമുക്ക് അവസാനം ചെയ്യാം. കാരണം ഇത് 3 സോളിഡ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് അവസാനം ഇപ്പൊ ചെയ്താൽ ശരിയാവുകയല്ല, നമുക്ക് അവസാനം ചെയ്യാം. അപ്പൊ ഇത് വരച്ചു. ഇത് വരച്ചിട്ട് ഇനി ഇതിന്റെ ടോപ്പ് സർഫസ് ഞാൻ നെയിം ചെയ്തു. ടോപ്പ് സർഫസ് നെയിം ചെയ്തു. ഇതേ നെയിമിങ് തന്നെ. ഈ പോയിന്റ് ഇത് 1 ആണ്. അപ്പൊ ഇത് 1 1, ഇത് 2 1, 3 1, ഇത് 4 1. ഇത് മാർക്ക് ചെയ്യാൻ കാരണം ഇനി ഈ 1 1 2 1 3 1 4 1 സർഫസിലാണ്, ഈ റോംബസിലാണ് ഇനി അടുത്ത സോളിഡിന്റെ ബേസ് വരയ്ക്കുന്നത്. അതായത് അടുത്ത സോളിഡ് നമുക്ക് ഫ്രസ്റ്റമാണ്. ഫ്രസ്റ്റത്തിന്റെ ബേസ് നമ്മൾ വരയ്ക്കുന്നത് ഈ 1 1 2 1 3 1 4 1 എന്നുള്ള ഈ റോംബസിന്റെ അകത്താണ് വരയ്ക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരെണ്ണത്തിന്റെ മുകളിൽ ഒരെണ്ണം വരയ്ക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. എങ്കിലും ഒന്നുകൂടി ഞാൻ പറയാം എങ്ങനെയാ ചെയ്യേണ്ടത്. ഇനി അടുത്ത സോളിഡ് ഏതാന്ന് വെച്ചാൽ അത് റെക്ടാംഗിൾ എൻക്ലോസ് ചെയ്യുക. അടുത്ത സോളിഡ് റെക്ടാംഗിളിൽ എൻക്ലോസ് ചെയ്യുക. അടുത്ത സോളിഡിന്റെ ടോപ്പ് വ്യൂ, അതായത് ഫ്രസ്റ്റം. ഈ 2 സർക്കിളാണ് ഫ്രസ്റ്റം. ഇത് ബേസ് ഡയമീറ്റർ, ഇത് ടോപ്പ് ഫേസ് ഡയമീറ്റർ. അപ്പൊ ആദ്യം ഞാൻ ഫ്രസ്റ്റത്തിന്റെ ബേസ് ഞാൻ ഈ സർക്കിൾ ഞാൻ എൻക്ലോസ് ചെയ്തു. എന്നിട്ട് ഇത് നെയിം ചെയ്തു. അടുത്തത് 5 6 7 8. ഇനി 5 6 7 8 ഇവിടെ വരയ്ക്കണം. ഈ 1 1 2 1 3 1 4 1ന്റെ അകത്ത് വരയ്ക്കണം. അത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എങ്ങനെയാ ചെയ്യേണ്ടത്. വരയ്ക്കാൻ വേണ്ടി ഈ ഡിസ്റ്റൻസ്, ഈ സ്ക്വയർ ഞാൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഇത് ഞാൻ 9 മാർക്ക് ചെയ്തു. ഇനി അതുപോലെ തന്നെ ഈ ലൈൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു, ഇങ്ങോട്ട് വരച്ചു. ഇത് ഞാൻ 10 മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അതുപോലെ എളുപ്പത്തിന് വേണ്ടി ഈ ലൈൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. അതുപോലെ ഈ ലൈനും ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. അപ്പൊ ഇവിടെ 11 കിട്ടി. ഓക്കെ, ഇനി അതുപോലെ ഈ സൈഡിലും മാർക്ക് ചെയ്യാം. ഓക്കെ, സപ്പോസ് ഇപ്പൊ നമ്മൾ 9ഉം 10ഉം വരയ്ക്കാം. 9 എന്നുള്ള ലൈനും 10 എന്നുള്ള ലൈനും വരയ്ക്കാം. ഈ ഡിസ്റ്റൻസ് എടുക്കുക. ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് റെഡ്യൂസ് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് റെഡ്യൂസ് ചെയ്യുക. അതായത് 1 2 ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തി അത് റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ റെഡ്യൂസ് ഡയമെൻഷൻ എടുത്തിട്ട് ഞാൻ ഇതേതാ എവിടെയാ മാർക്ക് ചെയ്യേണ്ടത്? 9 എന്നുള്ള പോയിന്റ് എവിടെയാ? 2 10ലാണ് 9 എന്നുള്ള പോയിന്റ്. 9 എന്നുള്ള പോയിന്റ് 2 3 ലൈനിലാണ്. അപ്പൊ 2 1 3 1 ലൈനിൽ ഞാൻ 9 മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ 10 എന്നുള്ള പോയിന്റും 2 3ലാണ് വരുന്നത്. അതായത് ഈ ഡിസ്റ്റൻസ് ഞാൻ ഇതിലെടുത്ത് റെഡ്യൂസ് ചെയ്ത് ഞാൻ മാർക്ക് ചെയ്തു. അപ്പൊ ഇവിടെ ഈ പോയിന്റ് കിട്ടി. ഇത് 9, ഇത് 10. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 9 10 ഞാൻ ഓരോ പാരലൈൻസ് വരച്ചു. 9 10 ഓരോ ലൈൻസ് വരച്ചു. ഇത് 9 ഇത് 10 ഓരോ ലൈൻസ് വരച്ചു. ഓക്കെ, 9 വരച്ചു. ഇനി അതുപോലെ ഞാൻ 11 എന്നുള്ള പോയിന്റും 12 എന്നുള്ള പോയിന്റും ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 12 എന്നുള്ള പോയിന്റ്, 11 എന്നുള്ള പോയിന്റും 12 എന്നുള്ള പോയിന്റും കണ്ടുപിടിക്കുക. അതായത് ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക. സെയിം ഇപ്പൊ സർക്കിളും സ്ക്വയറും ആയതുകൊണ്ട് ഇത് സെയിം ആയിരിക്കും എല്ലാത്തിലും. സർക്കിളും സ്ക്വയറും ആയതുകൊണ്ട് ഇത് സെയിം ആയിരിക്കും ഈ ഡിസ്റ്റൻസ്.
അപ്പൊ നേരത്തെ എടുത്ത അതേ ഡിസ്റ്റൻസ് തന്നെ. ഇത് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? 3-4 ലൈനിൽ മാർക്ക് ചെയ്യുക. 3-4 മാർക്ക് ചെയ്തു. അപ്പൊ 11 കിട്ടി. ഇനി 12 കിട്ടാൻ വേണ്ടി 4 നിന്ന് മാർക്ക് ചെയ്തു. അപ്പൊ ഇവിടെ 11 കിട്ടി, ഇത് 12. ഇനി ഇതുപോലെ തന്നെ ഈ ലൈൻ, അതായത് ഈ ഇവിടെ വരച്ചിരിക്കുന്ന ലൈൻ 2-10 പാരലാണ്, സോറി 2-3ക്ക് പാരലാണ്. 2-3ക്ക് പാരലായിട്ട് 11 നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. 2-3ക്ക് പാരലായിട്ട് 11 നിന്ന് ഒരു ലൈൻ, 11 നിന്ന് ഒരു ലൈൻ. അതുപോലെ ഇവിടെ നിന്ന് പാരലായിട്ട് ഒരു ലൈൻ. അതായത് ഇത്രേ ഉള്ളൂ. ഈ ഡിസ്റ്റൻസുകൾ നമുക്ക് ഈ അകത്തുള്ള ഈ 5, 6, 7, 8 വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഇവിടെയുള്ള ഡിസ്റ്റൻസുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ 1, 2, 3, 4 ഓൾറെഡി വരച്ചു. 1, 1, 2, 1, 3, 4, 3, 1, 4, 1. അപ്പൊ ഇത് അകത്തുള്ള സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഈ ഡിസ്റ്റൻസ് എടുത്ത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ലൈൻ വരയ്ക്കാൻ വേണ്ടി ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഈ 2-3 മാർക്ക് ചെയ്യാം. 2-3 മാർക്ക് ചെയ്യാം. അങ്ങനെ ഓരോന്നും മാർക്ക് ചെയ്തിട്ടാണ് ഇത് വരയ്ക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ 5, 6, 7, 8 എന്ന് വെച്ചാൽ ഏതാ പോയിന്റ്? ഇത് 5, ഇത് 6, ഇത് 7, 8. അപ്പൊ ഇതാണ് ഇനി അടുത്ത് വരയ്ക്കാൻ പോകുന്ന റെക്ടാങ്കുലർ ബോക്സിന്റെ ബേസ്. 5, 6, 7, 8 ഇതാണ് അടുത്തതിന്റെ ബേസ്. ഞാൻ അടുത്ത് വരയ്ക്കാൻ പോവാണ്. ഇത് ബേസ് ആക്കി വെച്ചിട്ട് ഞാൻ ഓരോന്നിന്നും ഇതാണ് ബേസ്. അപ്പൊ ഇനി അടുത്ത റെക്ടാങ്കുലർ പ്രിസം വരയ്ക്കണം, അടുത്ത ഒബ്ജക്റ്റ് വരയ്ക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ നിന്ന് നേരെ വെർട്ടിക്കൽ ലൈൻസ് ഓരോ പോയിന്റിൽ നിന്നും വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കാൻ പോകും. ഓരോ പോയിന്റിൽ നിന്നും വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കും. ഹൈറ്റ് ഏതെടുക്കണ്ടേ? ഹൈറ്റ് ഈ ഫ്രസ്റ്റത്തിന്റെ ഹൈറ്റ് റിഡ്യൂസ് ചെയ്ത്, ഫ്രസ്റ്റത്തിന്റെ ഹൈറ്റ് 65 ആണ്, അത് റിഡ്യൂസ് ചെയ്ത് കിട്ടുന്ന ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ഹൈറ്റ് വരേണ്ടത്. അങ്ങനെ അടുത്ത ഒബ്ജക്റ്റിനുള്ള റെക്ടാങ്കുലർ ബോക്സ് കംപ്ലീറ്റ് ചെയ്യും. സെക്കൻഡ് സോളിഡ് ഫ്രസ്റ്റത്തിനുള്ള റെക്ടാങ്കുലർ ബോക്സ് വരച്ചു. ഹൈറ്റ് ഞാൻ പറഞ്ഞു 65 × 0.82, 65ന്റെ റെഡ്യൂസ്ഡ് ലെങ്ത് ആണ് ഇത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഫ്രസ്റ്റത്തിന്റെ ബോട്ടം ഒരു സർക്കിളാണ്, ടോപ്പും ഒരു സർക്കിളാണ്. അപ്പോൾ ബോട്ടം എവിടെ വരയ്ക്കണം? ഈ 5, 6, 7, 8ലാണ് ബോട്ടം വരയ്ക്കേണ്ടത്. 5, 6, 7, 8 ഇതുപോലൊരു എലിപ്സ് ബോട്ടത്തിൽ എലിപ്സ് വരും. ഇനി ടോപ്പ് സർഫസ് ചെയ്ത് ഈ സർഫസ് എലിപ്സ് വരേണ്ടത് ഇവിടെ. ഓക്കെ. അപ്പൊ സാർ ഇവിടുത്തെ എലിപ്സ് വരയ്ക്കാൻ അറിയാലോ എങ്ങനെയാ? 4 സെന്റർ മെത്തേഡ് വെച്ചിട്ട് എലിപ്സ് 2 പ്രാവശ്യം പറഞ്ഞാണ് 4 സെന്റർ മെത്തേഡ് വെച്ചിട്ട് എലിപ്സ് ഇവിടെ താഴെ വരയ്ക്കും. ഓക്കെ. ബോട്ടം സർഫസ് വരച്ചു. ഫ്രസ്റ്റത്തിന്റെ ബോട്ടം സർഫസിൽ ഒരു എലിപ്സ് വരച്ചു. അപ്പൊ ഇതാണ് ബേസ്, ഫ്രസ്റ്റത്തിന്റെ ബേസ്. ഇനി ടോപ്പ് സർഫസിലെ എലിപ്സ് എന്ന് വെച്ചാൽ ഇതിനേക്കാളും ചെറുതായിരിക്കും. കാരണം ബോട്ടത്തിന്റെ ഡയമീറ്റർ 60, ടോപ്പിന്റെ ഡയമീറ്റർ 40 ആണ്. അപ്പൊ ഇത് വരയ്ക്കാൻ വേണ്ടി വീണ്ടും ഇതിന്റെ അകത്തൊരു ഇതിന്റെ അകത്തൊരു റോംബസ് വരയ്ക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ തന്നെ ഒരു എലിപ്സ് വരച്ചു കഴിഞ്ഞാൽ അത് സിലിണ്ടർ ആയി പോകും. നമുക്ക് ഫ്രസ്റ്റമാണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ അകത്ത് ചെറിയ എലിപ്സ് ആണ് വരുന്നത്. അപ്പൊ അത് കിട്ടാൻ വേണ്ടി വീണ്ടും ഇവിടെ ചെയ്ത പോലെ തന്നെ ഇപ്പൊ ഇത് ഫ്രസ്റ്റത്തിന്റെ ടോപ്പ് സർഫസ് ആയത്, ഫ്രസ്റ്റത്തിന്റെ ടോപ്പ് സർഫസ്. ഇനി ഈ സർക്കിളും ഒരു റെക്ടാംഗിൾ എൻക്ലോസ് ചെയ്യാം. ഈ സർക്കിളും ഇതും ഒരു റെക്ടാംഗിൾ എൻക്ലോസ് ചെയ്യണം. ഈ സർക്കിൾ ടോപ്പ് സർഫസ് വീണ്ടും റെക്ടാംഗിൾ എൻക്ലോസ് ചെയ്തു. ഇനി അത് നെയിം ചെയ്യാം. നമ്മളിപ്പോൾ 5, 6, 7, 8 ചെയ്തു, 9, 8, 11, 12 ഒക്കെ ചെയ്തു. ഇനി നമുക്ക് അടുത്തത് ഇവിടെ വേറൊരു നെയിമിംഗ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു 15, ഇത് 16, 17, 18. അപ്പൊ ഈ 4 പോയിന്റ് 15, 16, 17, 18 അത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി വെറുതെ ഒരു നെയിമിംഗ് കൊടുത്തുന്നുള്ളൂ. 15, 16, 17, 18. ഇനി 15, 16, 17, 18 എന്നുള്ള റോംബസ്, ഇവിടുത്തെ സ്ക്വയർ എപ്പോഴും ഇവിടെ വരുമ്പോൾ റോംബസ് ആയിട്ടേ വരുള്ളൂ. ഇതുപോലെ ഒരു പാരലോഗ്രാം പോലെ വരുള്ളൂ. അപ്പൊ അടുത്ത് അത് ഇതിന്റെ അകത്ത് വരയ്ക്കണം. അത് വരയ്ക്കാൻ വേണ്ടി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ പാരലൈൻസ് വരയ്ക്കുക.
ഈ ഡിസ്റ്റൻസ് എടുക്കുക, ഈ ഡിസ്റ്റൻസ് എടുക്കുക, ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് 4 റെഡ്യൂസ് ചെയ്തിട്ട് 6 7ന് പാരലായിട്ട് ഇവിടെ നമ്മൾ നെയിം ചെയ്യുക. ഇത് 5 1 6 1 7 1 8 1. ഇതിന്റെ അകത്താണ് 15 16 17 18 എന്നുള്ളത് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഞാൻ എടുത്തു. ഇത് ഞാൻ ഫോർ എക്സാമ്പിൾ എ എന്ന് മാർക്ക് ചെയ്തു. ഈ ഡിസ്റ്റൻസ് അതായത് 6 7ഉം 16 17ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് ഞാൻ ഐസോമെട്രിക് സ്കെയിലിൽ കൊണ്ടുപോയി റെഡ്യൂസ് ചെയ്തു. അതല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇൻറ്റു 0.82. ഈ ഡിസ്റ്റൻസ് ഇൻറ്റു 0.82 ഞാൻ ഏതിന് പാരലായിട്ടാണ് വരയ്ക്കേണ്ടത്? 6 7ന് പാരലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന് പാരലായിട്ട് 6 7ന് പാരലായിട്ട് ഞാൻ ആ ഡിസ്റ്റൻസ് എടുത്തിട്ട് 6 7ന് പാരലായിട്ട്, അതായത് ഇവിടെ മാർക്ക് ചെയ്തു, അത് ഇവിടെ മാർക്ക് ചെയ്തു, എന്നിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചു. അപ്പൊ 6 7ന് പാരലൽ. ഇനി അതുപോലെ ഇതേ ഡിസ്റ്റൻസ് സ്ക്വയർ ആയതുകൊണ്ട് ഇവിടത്തെ ഇതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. സ്ക്വയർ ആയതുകൊണ്ട് ഇതേ ഡിസ്റ്റൻസ്, ഇപ്പോൾ റെക്ടാംഗിൾ ആണെങ്കിൽ നമുക്ക് വേറെ വേറെ എടുക്കേണ്ടി വരും. സ്ക്വയർ ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് തന്നെ ഇവിടെയും വരുന്നു. അപ്പോൾ അത് ഇവിടെയും മാർക്ക് ചെയ്യാം. അത് ഏതിലാണ് മാർക്ക് ചെയ്യേണ്ടത്? ഈ ഡിസ്റ്റൻസ് 5 8ൽ നിന്ന് അതേ ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യും. 5 8ൽ നിന്ന് അതേ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് പാരലൈൻ വരച്ചു. ഇനി അതുപോലെ ഇവിടെയും കൂടി 2 ലൈൻ വരയ്ക്കാം. ഏത് ഡിസ്റ്റൻസ് എടുക്കണം? ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ഞാൻ ബി എന്ന് മാർക്ക് ചെയ്തു. ഈ ഡിസ്റ്റൻസ് ഏതാ? 5 6 എന്നുള്ള ഡിസ്റ്റൻസ്. 5 6 15 16 ആയിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ 5 6 ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തിട്ട് അല്ലെങ്കിൽ ഇതിൽ മെഷർ ചെയ്തിട്ട് ഇൻറ്റു 0.82, കാരണം 82% റെഡ്യൂസ്ഡ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 0.82 എടുത്തിട്ട് എവിടെ നിന്ന് 5 6 പാരലൈൻ വരയ്ക്കണം. ഇത് രണ്ടും പാരലാണ്. 5 6 പാരലൈൻ. ഇതാണ് 5 6 5 1 6 1. ഇതിൽ നിന്ന് പാരലൽ, ഇതിന് പാരലൈൻ. ആ ഡിസ്റ്റൻസ് റെഡ്യൂസ്ഡ് ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ഇത് അത് റെഡ്യൂസ് ചെയ്തതാണ് ഈ ഡിസ്റ്റൻസ്. അതായത് ഇത് ബി എന്നുള്ള ഡിസ്റ്റൻസും ഇത് എ എന്നുള്ള ഡിസ്റ്റൻസും. ഇനി ഇതിൽ നിന്ന് പിന്നെ പാരലൈൻ വരച്ചു. അതുപോലെ ഈ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതും ഇവിടെയും പാരലൈൻ വരച്ചു. ഇപ്പൊ 4 സൈഡിലും ഇങ്ങനെ റോംബസിന് പാരലൈൻ വരയ്ക്കുമ്പോൾ ഇതിന്റെ അകത്ത് വീണ്ടും ഒരു ചെറിയ റോംബസ് വരും. അതാണ് നമ്മുടെ റിക്വയർഡ് റോംബസ് ആയിട്ട് വരുന്നത്. അതായത് 15 16 17 18 ഈ ഓർഡറിൽ. ഇനി ഈ വരച്ച 15 16 17 18ന്റെ അകത്താണ് അടുത്ത എലിപ്സ് വരയ്ക്കേണ്ടത്. അതായത് ഇതിന്റെ അകത്ത് 15 16 17 18ന്റെ അകത്ത് അടുത്ത റോംബസ് വരയ്ക്കണം. റോംബസ് വരയ്ക്കാനുള്ള പ്രൊസീജിയർ അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. അതായത് ഈ വലിയ ഇൻക്ലിനേഷൻ ഉള്ളത് എടുക്കുക, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. സ്കെയിലൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കണം കേട്ടോ, ഞാൻ പറയാൻ എളുപ്പത്തിന് പറയുന്നുള്ളൂ. ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. ഇനി അത് ലൈൻ വരച്ചു. ഇനി അതുപോലെ നേരെ ഓപ്പോസിറ്റ് ഇതിന്റെ ഇതാണ് അടുത്ത ആംഗിൾ എടുക്കേണ്ടത്, വലിയ ആംഗിൾ. ഇതിന്റെ ഓപ്പോസിറ്റിലെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. അതുപോലെ ഇതിന്റെ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് വെച്ച് ഇത് രണ്ടുമാണ്. ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു, വരച്ചു. ഇനി 4 സെന്റർ, ഇതൊരു സെന്റർ, ഇതൊരു സെന്റർ, ഇതൊരു സെന്റർ, ഇതൊരു സെന്റർ. ഇതിൽ കോമ്പസ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറയാം, 2 പ്രാവശ്യം പറഞ്ഞതാണ്. ഇതെടുത്തിട്ട് ഈ ഡിസ്റ്റൻസ് എടുത്ത് ആർക്ക് വരയ്ക്കുക. അതുപോലെ തിരിച്ചു. ഓക്കെ. ഇനി ഇത് സെന്റർ ആക്കി വെച്ചിട്ട് ഈ ഡിസ്റ്റൻസ്, ഇത് സെന്റർ ആദ്യം എടുത്തത് നമ്മൾ ഈ ഡിസ്റ്റൻസ് ആണ് എടുത്തത്. അത് ഈ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെയും വരച്ചു, ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെയും വരച്ചു. ഇനി എടുക്കേണ്ട ഈ ചെറിയ ഡിസ്റ്റൻസ് എടുക്കുക. ചെറിയ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ഈ സൈഡിലും ആർക്ക് വരയ്ക്കുക. കറക്റ്റ് ആയിട്ട് വരച്ചാൽ ഇത് ഈ 2 ആർക്കും സെയിം ആയിരിക്കും, ഈ 2 ആർക്കും സെയിം ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഫ്രസ്റ്റത്തിന്റെ ബോട്ടം സർഫസ് വരച്ചു 5 6 7 8ൽ. ഇനി എന്നിട്ട് ഒരു റെക്ടാങ്കുലർ ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് 15 16 17 18 എന്നുള്ള വേറൊരു റോംബസ് വരച്ചു. ഇവിടെയാണ് ടോപ്പ് സർഫസ് വരയ്ക്കേണ്ടത്. ഫ്രസ്റ്റത്തിന്റെ ടോപ്പ് സർഫസ് സർക്കിൾ വരയ്ക്കുന്നത്. അത് എലിപ്സ് ആയിട്ടാണ് ഐസോമെട്രിക്കിൽ വരയ്ക്കുന്നത്. അപ്പോൾ അത് രണ്ടും വരച്ചു.
ഇനി ഫ്രസ്റ്റം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടിനും ടാൻജന്റ് ആയിട്ട് ലൈൻസ് വരയ്ക്കുക. രണ്ട് എലിപ്സിനും ടാൻജന്റ് ആയിട്ട് ലൈൻസ് വരച്ചു. രണ്ട് എലിപ്സിനും ടാൻജന്റ് രണ്ട് സൈഡിൽ. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് സോളിഡ് കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യേണ്ടത് സ്ഫിയർ ആണ്. സ്ഫിയർ എങ്ങനെയാണ് വരയ്ക്കുന്നത്? നമ്മൾ സ്ഫിയർ വരച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? സ്ഫിയർ വരയ്ക്കുന്നത് ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു. സ്ഫിയർ വരയ്ക്കാൻ വേണ്ടി ഏത് ഇതാണോ വരയ്ക്കേണ്ടത് അതിന്റെ ഡയഗണൽസ് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ സെന്റർ പോയിന്റ് കിട്ടും. അതായത് ഞാനിപ്പോൾ റെഡ് കളർ വെച്ച് തന്നെ വരയ്ക്കാം. ഈ റോംബസിന്റെ ടോപ്പ് സർഫസിന്റെ റോംബസിന്റെ ഡയഗണൽസ് വരച്ചു. ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എടുത്തു. ഇത് O1. ഈ പോയിന്റ് ആയിരിക്കും ഇത്. ഇവിടത്തെ ഈ ടച്ചിങ് പോയിന്റ് ആയിരിക്കും ഇത്. അതായത് ഇതാണ് ടോപ്പ് സർഫസ്. ടോപ്പ് സർഫസ് ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ആ ടോപ്പ് സർഫസിന്റെ രണ്ട് ഡയഗണൽ, ഈ റോംബസിന്റെ രണ്ട് ഡയഗണൽ വരയ്ക്കുമ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് O1. അത് ഇത്. ഇനി O കണ്ടുപിടിക്കാൻ, സ്ഫിയറിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഡിസ്റ്റൻസ് എടുക്കുക, അത് റെഡ്യൂസ് ചെയ്യുക. ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യും. ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അതായത് സ്ഫിയറിന്റെ റേഡിയസ് ആണിത്. സ്ഫിയറിന്റെ റേഡിയസ് ആണ്. അപ്പൊ ഏത് ഡയമെൻഷൻസ് ആണെങ്കിലും നമ്മൾ സ്കെയിലിൽ കൊണ്ടുപോയിട്ട്, ഐസോമെട്രിക് സ്കെയിലിൽ കൊണ്ടുപോയി റെഡ്യൂസ് ചെയ്ത് ആ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്, ഹൈറ്റ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ്. അപ്പൊ ഞാൻ O മാർക്ക് ചെയ്യാൻ പോകണം. ഈ പോയിന്റ് ഇവിടേക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി ഈ ഹൈറ്റിന്റെ റെഡ്യൂസ്ഡ് ഡിസ്റ്റൻസ് എടുത്തിട്ട് ഞാൻ ഈ ഹൈറ്റിന്റെ റെഡ്യൂസ്ഡ് ഡിസ്റ്റൻസ് ആണ് എടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഐസോമെട്രിക്കിൽ O1 നിന്ന് മാർക്ക് ചെയ്തു. ഇവിടെയാണ് പോയിന്റ് കിട്ടുന്നത്. O1 നിന്ന് മാർക്ക് ചെയ്തു. അതായത് ഇതാണ് O, ഇത് O1. ഓക്കെ, അപ്പൊ ഈ ഹൈറ്റ് ഞാൻ എടുത്തത് ഏതാണ്? ഈ ഹൈറ്റ് എടുത്തത് ഇതിന്റെ റേഡിയസ് ആണ്. അതായത് O1 എന്ന് വെച്ചാൽ റേഡിയസ് 50 × 0.82. അല്ല, അതാണ് റെഡ്യൂസ് ചെയ്തെടുത്തെന്ന് പറഞ്ഞത്, 50 × 0.82. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ വരച്ചതെല്ലാം റെഡ്യൂസ് ഡയമെൻഷൻ അല്ലെങ്കിൽ ഐസോമെട്രിക് സ്കെയിൽ, ഇവിടെ വരുന്ന ഡയമെൻഷൻസ് വെച്ചിട്ടാണ്, ഐസോമെട്രിക് സ്കെയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ 82% റെഡ്യൂസ് ചെയ്തിട്ടാണ് എല്ലാം വരച്ചിരിക്കുന്നത്. അത് ഓക്കെ. ഇനി സ്ഫിയർ വരയ്ക്കുമ്പോൾ മാത്രം, സ്ഫിയറിന്റെ ഹൈറ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്തു, പക്ഷെ സ്ഫിയറിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ സ്ഫിയറിന്റെ സർക്കിളിന്റെ ഡയമീറ്റർ മാത്രം അല്ലെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് മാത്രം ചേഞ്ച് ചെയ്യാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിച്ചോളാം. സ്ഫിയർ ഉള്ള കേസിൽ എത്ര സോളിഡ് ഉണ്ടെങ്കിലും ആ സോളിഡ്സിന്റെ എല്ലാം റെഡ്യൂസ്ഡാ. ഏത് സോളിഡ്, പിരമിഡോ, പ്രിസോ, സർക്കിൾ, സിലിണ്ടറോ, കോണോ എന്താണെങ്കിലും അതിന്റെ എല്ലാ സൈഡ്സും റെഡ്യൂസ്ഡ് ആയിരിക്കും. പക്ഷെ സ്ഫിയറിന്റെ ഔട്ടർ ഡയമീറ്റർ അല്ലെങ്കിൽ ഒരു സർക്കിൾ വരയ്ക്കും, സ്ഫിയറിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു സർക്കിൾ വരയ്ക്കും. ആ സർക്കിൾ മാത്രം ട്രൂ റേഡിയസ്. അപ്പൊ ഇതിന്റെ ട്രൂ റേഡിയസ് നമ്മൾ എടുക്കുന്നു. അപ്പൊ ഇതുവരെ നമ്മളെല്ലാം റെഡ്യൂസ്ഡ് ഡയമെൻഷൻസ് ആണ് എടുത്തത്. ഇനി ട്രൂ റേഡിയസ് എടുത്തിട്ട് ഈ ഓയിൽ കുത്തി, ഇതാണ് O. ഇവിടുത്തെ O തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഓയിൽ കുത്തി, അപ്പൊ ഈ റേഡിയസ് മാത്രം നമ്മൾ റെഡ്യൂസ് ചെയ്യത്തില്ല, ബാക്കിയെല്ലാം റെഡ്യൂസ് ചെയ്തു. ഇനി ഓയിൽ കുത്തി വരയ്ക്കും. ഞാൻ ഡാർക്ക് ചെയ്ത് വരയ്ക്കാം. അപ്പൊ സ്ഫിയറിന്റെ കേസിൽ ഇതാണ് സ്ഫിയർ. സ്ഫിയറിന്റെ കേസിൽ ശ്രദ്ധിക്കുക, ഏത് സോളിഡ് ആണെങ്കിലും അതിന്റെ ടോപ്പ് സർഫസിന്റെ റോംബസിന്റെ ഡയഗണൽസ് വരച്ചിട്ട് സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുക. അതായിരിക്കും O1. അതായത് ഈ സ്ഫിയർ മുട്ടിയിരിക്കുന്ന ആ പോയിന്റ്, മീറ്റിംഗ് പോയിന്റ് O1 കണ്ടുപിടിക്കുക. ഇനി O1 നിന്ന് O1 O എന്നുള്ള ഡിസ്റ്റൻസ്, അതായത് സ്ഫിയറിന്റെ ഈ ഡിസ്റ്റൻസ്, ഈ സെന്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ O കണ്ടുപിടിക്കാൻ വേണ്ടി ഈ O1 നിന്ന് ഈ ഡിസ്റ്റൻസ് എടുത്ത് അത് റെഡ്യൂസ് ചെയ്യണം. അത് റെഡ്യൂസ് ചെയ്തിട്ട് O കണ്ടുപിടിച്ചു. ഇനി
ഈ സർക്കിൾ വരയ്ക്കുമ്പോൾ മാത്രം ട്രൂ ഡയമെൻഷൻസ്, ഇത് മാത്രം ട്രൂ ഡയമെൻഷൻ. ഇത് റേഡിയസ് 15 ആണ്, അതായത് ട്രൂ റേഡിയസ്. ഇത് മാത്രമാണ് ട്രൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അതായത് സ്ഫിയറിന്റെ കേസിൽ മാത്രമാണ് ട്രൂ ആയിട്ട് എടുക്കുന്നത്, ബാക്കിയെല്ലാം റെഡ്യൂസ്ഡ് ആണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഇത്രയും വരയ്ക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഓരോന്ന് 1 by 1 ആയിട്ട് നമ്മൾ വരച്ചു. ഇനി നമ്മൾ ഏതാണ് ഡാർക്ക് ആയിട്ട് കാണാൻ പറ്റുന്നത്, ഏതാണ് ഡോട്ടർ ലൈൻ എന്ന് നോക്കുക. കാരണം ഇങ്ങനെ 2-3 സോളിഡ്സ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ആദ്യം നമ്മൾ ലൈറ്റ് ആയിട്ട് വരയ്ക്കുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലത്തെ സോളിഡ് തൊട്ട് താഴേക്ക് ഡാർക്കൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് സ്ഫിയറിന് വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ഒരു സർക്കിൾ മാത്രമേ ഉള്ളൂ. സ്ഫിയർ ഡാർക്ക് ചെയ്തു. ഇനി അടുത്ത് സെക്കൻഡ് സോളിഡ് ഡാർക്ക് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് സോളിഡിന്റെ വിസിബിൾ ആണ്, ഇതാണ് സെക്കൻഡ് സോളിഡ്. സെക്കൻഡ് സോളിഡിന്റെ വിസിബിൾ എഡ്ജസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? എപ്പോഴും ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും അതിന്റെ ടോപ്പ് സർഫസ് വിസിബിൾ ആയിരിക്കും. അതാണ് ഫസ്റ്റ് ടിപ്പ്, ടോപ്പ് സർഫസ് വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഫ്രസ്റ്റത്തിന്റെ ടോപ്പ് സർഫസ് ഇതാണ്, ഈ സർക്കിളാണ് ടോപ്പ് സർഫസ്. അത് ഞാൻ ഡാർക്ക് ആക്കി. ടോപ്പ് സർഫസ് വിസിബിൾ ആയിരിക്കും. ഇനി ഇവിടെ ടോപ്പ് സർഫസിന്റെ ഇവിടെ വരുന്നുണ്ട്, അത് പക്ഷെ സ്ഫിയർ ഇരിക്കുന്നുണ്ട്, അത് മറഞ്ഞിരിക്കുക ചെയ്യുന്നത്. ഈ പോർഷൻ, ഇത്രയും പോർഷൻ ശരിക്കും ടോപ്പ് സർഫസ് ഫുൾ വിസിബിൾ ആയിരിക്കണം, പക്ഷെ ഇതിന്റെ മുകളിൽ സ്ഫിയർ ഇരിക്കുന്നതുകൊണ്ട് ഇത്രയും പോർഷൻ കാണാൻ പറ്റില്ല. അപ്പൊ അത് ഡോട്ടർ ലൈൻ. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഞാൻ മുകളിൽ നിന്ന് 1 by 1 ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ആദ്യം ഏറ്റവും മുകളിലത്തുള്ള ഒബ്ജക്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒബ്ജക്റ്റിന്റെ ടോപ്പ് സർഫസ് ഡാർക്ക് ആണെന്നാണ് ടിപ്സിൽ പറയുന്നത്. ടോപ്പ് സർഫസ് ഡാർക്ക് ആക്കും, പക്ഷെ മുകളിൽ ഒരു സ്ഫിയർ ഇരിക്കുന്നതുകൊണ്ട് ഇത്രയും പോർഷൻ ഡോട്ടർ ലൈൻ ആയിരിക്കും. ഇനി അടുത്തത് എന്താണ്? അടുത്ത ടിപ്പ്, ടോപ്പ് സർഫസ് വിസിബിൾ ആയിരിക്കും, പിന്നെ എക്സ്ട്രീം എഡ്ജസ് അല്ലെങ്കിൽ എക്സ്ട്രീം ജനറേറ്റർ വിസിബിൾ ആയിരിക്കും. എക്സ്ട്രീം ജനറേറ്റർ വിസിബിൾ ആയിരിക്കും. അത് കഴിഞ്ഞ് എക്സ്ട്രീം ജനറേറ്റേഴ്സിന്റെ അകത്ത് വരുന്ന ബേസ് എഡ്ജ്, അതായത് ബേസ് ലൈനിന്റെ, ഇതാണ് ബേസ് ലൈൻ അല്ലെങ്കിൽ ഫ്രണ്ടിൽ വരുന്ന, ഈ എഡ്ജസിന്റെ ഫ്രണ്ടിൽ വരുന്ന ഏത് എഡ്ജ് ആണെങ്കിലും, പ്രിസം ആണെങ്കിലും പിരമിഡ് ആണെങ്കിലും അതെല്ലാം ഡാർക്ക് ആയിരിക്കും. അപ്പൊ ഇതാണ് സെക്കൻഡ് ഒബ്ജക്റ്റിന്റെ വിസിബിൾ എഡ്ജസ്. ഇനി ഇതിൽ ഇൻവിസിബിൾ ആയിട്ട് അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത എഡ്ജ് എന്ന് വെച്ചാൽ ഇതാണ്, ഡോട്ടർ ലൈൻ. ഓക്കെ, ഇനി അടുത്ത ഒബ്ജക്റ്റ് സ്ലാബ് ആണ്. അടുത്ത ഒബ്ജക്റ്റ് സ്ലാബ് ആണ്. സ്ലാബിന്റെ ടോപ്പ് സർഫസ് വിസിബിൾ ആക്കുക. സ്ലാബ് ഏതാ? ഇതാ സ്ലാബ്. സ്ലാബിന്റെ ടോപ്പ് സർഫസ് വിസിബിൾ ആക്കുക. കാരണം ടിപ്സ് അനുസരിച്ച് ടോപ്പ് സർഫസ് ഈസ് ഓൾവേസ് വിസിബിൾ. അപ്പൊ ടോപ്പ് സർഫസ് വിസിബിൾ ആക്കാൻ വേണ്ടി നമ്മൾ ഈ ഒബ്ജക്റ്റ് ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് ഡാർക്ക് ചെയ്യുക. മുകളിലൊരു ഒബ്ജക്റ്റ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും ഭാഗമാണ് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഡോട്ടർ ലൈൻ ആയിരിക്കും. ഇത്രയാണ് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? എത്രയാണ് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ടോപ്പ് സർഫസ് ഇത്രയും ഇൻവിസിബിൾ ആയിരിക്കും. അപ്പോൾ അത് ഡോട്ടർ ലൈൻ ആക്കി. ഇനി പ്രിസത്തിന്റെ സ്ലാബിന്റെ ടോപ്പ് സർഫസ് വിസിബിൾ ആയിരിക്കും. ഇനി എക്സ്ട്രീം എഡ്ജസ് വിസിബിൾ. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ സെക്കൻഡ് ടിപ്പ് എന്ന് വെച്ചാൽ എക്സ്ട്രീം എഡ്ജസ് വിസിബിളായി. ഇനി എക്സ്ട്രീം എഡ്ജിന്റെ അകത്ത് വരുന്ന ബേസ് എഡ്ജസ് വിസിബിൾ ആയിരിക്കും. എക്സ്ട്രീം എഡ്ജിന്റെ അകത്ത് വരുന്ന എക്സ്ട്രീം എഡ്ജസിന്റെ ലാറ്ററൽ എഡ്ജസിന്റെ അകത്ത് വരുന്ന ബേസ് എഡ്ജസ് വിസിബിൾ ആയിരിക്കും. ഇത് വിസിബിൾ ആക്കി. എക്സ്ട്രീം എഡ്ജസിന്റെ ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ അകത്ത് ഫ്രണ്ടിലായിട്ട് വരുന്ന ബേസ് എഡ്ജസ് വിസിബിൾ ആയിരിക്കും. ഇനി ലാസ്റ്റ് ടിപ്പ്, ഫോർത്ത് ടിപ്പ് എന്ന് വെച്ചാൽ ഈ വരച്ച ബേസ് എഡ്ജസ്, അത് ഏത് എഡ്ജ് ആയിക്കോട്ടെ, കർവ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഇതിൽ വരുന്ന ലാറ്ററൽ എഡ്ജസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇതിൽ വരുന്ന ലാറ്ററൽ എഡ്ജസ് ഓൾറെഡി ഇത് ഡാർക്ക് ആക്കി. ഇനി ഒരു ലാറ്ററൽ എഡ്ജ് ഇതേ ഉള്ളൂ, ഇത് ഡാർക്ക്. അപ്പൊ ടിപ്സ് അനുസരിച്ച് എല്ലാം ചെയ്തു. ഇനി ഇതിൽ വരാത്ത ബാക്കിയെല്ലാം ഡോട്ടർ ലൈൻ ആക്കുക. ഇതിൽ വരാത്ത ഇവിടെ താഴെ ഒരു എഡ്ജ് ഉണ്ട്, അപ്പൊ ഇതാണ് 3 സോളിഡ് ഇരിക്കുന്ന കോമ്പിനേഷൻ ഓഫ് സോളിഡ്സിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ. നമ്മൾ വരച്ച് തുടങ്ങുമ്പോൾ താഴത്തേന്ന് വരച്ചു തുടങ്ങും. താഴെ ആദ്യം 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ച് താഴെ സ്ലാബ് വരച്ചു. ഇനി സ്ലാബിന്റെ ടോപ്പ് സർഫസ് ആണ് 1, 1, 2, 1, 3, 1, 4, 1. അതിലാണ് ഫ്രസ്റ്റത്തിന്റെ ബേസ് വരുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ 5, 6, 7, 8 എന്നുള്ള റോംബസ് വരച്ചു. അത് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. അത്
ഇത് എൻക്ലോസ് ചെയ്തു. ഈ സർക്കിൾ സെക്കൻഡ് സർക്കിൾ എൻക്ലോസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത്. ഇനി ഇവിടെ നമ്മൾ എലിപ്സ് വരച്ചു. ഇനി ഈ 5, 6, 7, 8 വെച്ച് നമ്മൾ ഒരു റെക്ടാംഗുലർ പ്രിസം ക്രിയേറ്റ് ചെയ്തു. അതാണ് ഇത് റെക്ടാംഗുലർ പ്രിസം അല്ലെങ്കിൽ റെക്ടാംഗുലർ ബോക്സ്. കാരണം നമ്മളെല്ലാ ഐസോമെട്രിക് പ്രൊജക്ഷനും വരയ്ക്കുന്നത് ആദ്യം റെക്ടാംഗുലർ ബോക്സ് വരച്ചിട്ട് അതിന്റെ അകത്താണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ അടുത്ത ഫ്രസ്റ്റം വരയ്ക്കാൻ വേണ്ടി ഒരു റെക്ടാംഗുലർ ബോക്സ് നമ്മൾ വരച്ചു. ഇതിൽ ബോട്ടം നമ്മൾ എലിപ്സ് വരച്ചു. അതുപോലെ ടോപ്പ് എലിപ്സ് ഇതിനേക്കാളും ചെറുതാണ്, കാരണം ഫ്രസ്റ്റം ആയതുകൊണ്ട്. കാരണം ഇവിടുത്തെ ഡയമീറ്ററിനേക്കാളും കുറവാണ് ഇവിടുത്തെ ഡയമീറ്റർ. അപ്പൊ ഇത് വരയ്ക്കാൻ വേണ്ടി വീണ്ടും ടോപ്പ് സർഫസിന്റെ സർക്കിളിനെ വീണ്ടും എൻക്ലോസ് ചെയ്തതാണ് 15, 16, 17, 18. ഇനി ഈ ഡിസ്റ്റൻസുകൾ എടുത്തിട്ട് പാരലൈൻസ് വരച്ചിട്ട് 15, 16, 17, 18 വരച്ചു. ഇനി അതിൽ അടുത്ത എലിപ്സ് വരച്ചു. പിന്നെ അതിന്റെ മുകളിൽ അതിന്റെ ഈ 15, 16, 17, 18 ഡയഗണൽസ് വരച്ചിട്ട് O1 കണ്ടുപിടിച്ചു. O1ൽ നിന്ന് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എടുത്ത് റെഡ്യൂസ് ചെയ്ത് O കണ്ടുപിടിച്ചു. ഇതാണ് O. ഇനി ഡയമീറ്റർ സ്ഫിയർ വരയ്ക്കുമ്പോൾ മാത്രം അതിന്റെ റേഡിയസ് മാത്രം ട്രൂ റേഡിയസ് ആയിരിക്കും. അത് മാത്രം ട്രൂ റേഡിയസ് എടുത്തിട്ട് സർക്കിൾ വരച്ചു. ഓക്കെ.